ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വിധമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അച്ചാറാണ് മാങ്ങ അച്ചാർ. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യം ആവശ്യമായി വരുന്ന ഇൻഗ്രീഡിയൻസ് മാങ്ങയാണ്. ഇതിൽ ഞാൻ ഏകദേശം 8 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1 കപ്പോളം നല്ലെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളിയുടെ ഏകദേശം ഞാൻ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് വെളുത്തുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് അച്ചാറിനകത്ത് വെളുത്തുള്ളി ചേർക്കേണ്ടിയിരിക്കുന്നതും. ഞാനിവിടെ 1/4 കപ്പോളം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യമായി വരുന്ന പൊടികൾ, ഇത് ഏകദേശം 50 ഗ്രാമോളമുള്ള മുളക് പൊടിയാണ്. ഇതും എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. പിന്നെ ആവശ്യമായി വരുന്നത് ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടി ഏകദേശം 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടിയും ഏകദേശം 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായി വരുന്നത് കടുകാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മാങ്ങകൾ കഴുകി തുടച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ നമ്മളിതിൻ്റെ തൊലി കളയുന്നില്ല. നമുക്ക് ആദ്യം മാങ്ങ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ മാങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി തൊണ്ടോടുകൂടി നുറുക്കി ഉപ്പ് തിരുമ്പി വെച്ചതാണ്. ഉപ്പ് തിരുമ്പിയത് ഏകദേശം 2 ദിവസത്തോളം വെച്ചു. നമുക്ക് വേണമെങ്കിൽ ഇത് ഉപ്പ് തിരുമ്പി വയ്ക്കാണ്ട് അന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് 2 ദിവസം വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏകദേശം 8 മാങ്ങയോളമാണുള്ളത്. ഇനി നമുക്ക് ഈ മാങ്ങ എങ്ങനെയാണ് അച്ചാറാക്കി മാറ്റുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ നല്ലെണ്ണ ഒഴിച്ചാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ചൂടായി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എണ്ണയിലെ 1/4 ഭാഗം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം 1 കപ്പോളം നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലത്തെ 1/4 ഭാഗമാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരെ നമ്മളിത് എണ്ണയിൽ ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം വെളുത്തുള്ളി എല്ലാം മൂത്തു. ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമ്മളിതിലേക്ക് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുക. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കായപ്പൊടി, ഉലുവപ്പൊടി, മുളക് പൊടി എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. നമ്മളെല്ലാം ഇളക്കി യോജിപ്പിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഒഴിച്ചെടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം ശർക്കര ഞാനിവിടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നല്ലോണം തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ മാങ്ങയിൽ ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മളിവിടെ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. മാങ്ങയിൽ അച്ചാറിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇവിടെ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നല്ലോണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം തന്നെ മാങ്ങ ചേർത്ത് കൊടുക്കേണ്ടതാണ്. മാങ്ങ നമ്മൾ ഇട്ടതിന് ശേഷം ഇത് വേവിക്കില്ല, ഈ സ്റ്റവ് ഓൺ ചെയ്യില്ല. വെന്ത മാങ്ങ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാറിൻ്റെ സ്വാദ് നഷ്ടപ്പെടും. മാങ്ങ ഒരിക്കലും വേവിക്കാത്ത രീതിയിൽ വേണം അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നല്ലോണം നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നല്ലോണം തിളച്ച് വന്നു, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങി. ആദ്യം നമുക്ക് ഈ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ തിരുമ്പി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ ഉപ്പ് തിരുമ്പുമ്പോൾ വന്ന വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. പെട്ടെന്ന് നാശാവാൻ സാധ്യത കൂടുതലാണ് മാങ്ങ അച്ചാർ, അതുകൊണ്ട് ആ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കിനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായി ഇട്ട് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ മാങ്ങയും ഇട്ട് കൊടുത്തു. ഇനി നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പ്രത്യേകം ഓർക്കേണ്ടത് നമ്മൾ മാങ്ങ ഇടുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മുളകിൻ്റെ കൂട്ടിലേക്ക് മാങ്ങ
ഇടാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമുക്കിത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ഈ അച്ചാർ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ചൂടാറി കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ആകെ നമുക്ക് 1/4 കപ്പ് എണ്ണ, നല്ലെണ്ണ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ഈ നല്ലെണ്ണ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചൂടാറി കഴിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഈ എണ്ണ ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അച്ചാർ കുറച്ച് നാൾ പൂപ്പലൊന്നും കൂടാതെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിത് ഒരു ബോട്ടിലേക്ക് പകർത്തി ചൂടാറി കഴിഞ്ഞപ്പോൾ ഇനി ഈ എണ്ണ നമ്മൾ ചൂടാറിയതാണ്. ഇത് നമ്മൾ ഈ ബോട്ടിലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് മൂടി നിൽക്കുന്നത് വരെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇന്ന് അച്ചാർ എടുക്കുമ്പോൾ അച്ചാർ ഇളക്കി വേണം എടുക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എണ്ണ തന്നെ മുകളിലേക്ക് വന്ന് നിന്നോളും. ഇങ്ങനെയാണ് നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ അച്ചാർ ഉണ്ടാക്കിയാൽ അപ്പോൾ തന്നെ കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഉപ്പിൽ തിരുമ്പി വെച്ച മാങ്ങയാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് കഴിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു 6-7 ദിവസം കഴിഞ്ഞതിന് ശേഷം തൊട്ട് കഴിക്കുമ്പോഴായിരിക്കും അച്ചാറിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇങ്ങനെയാണ് മാങ്ങ അച്ചാർ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്.